ഗിരിപ്രഭാഷണത്തെക്കുറിച്ചുള്ള നമ്മുടെ ഈ പഠനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഓർത്തതായ കാര്യം, അതിൻ്റെ പശ്ചാത്തലമാണ് യേശു കർത്താവിനെ അറിയുകയാണ് ആദ്യം ആവശ്യമായിരിക്കുന്നത്. എന്നിട്ടാണ് യേശുവിൻ്റെ ടീച്ചിങ്സ് നമ്മൾ പഠിക്കേണ്ടത്. ഒരിക്കൽ നിത്യചൈതന്യഗതി പറഞ്ഞ ഒരു വാക്ക് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അതേ പറഞ്ഞ് ക്രിസ്ത്യാനികളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ വിലമതിക്കുന്നത് യേശുവിൻ്റെ രക്തത്തെ അല്ല, യേശുവിൻ്റെ വാക്കുകളെയാണ്. അപ്പൊ യേശുവിൻ്റെ വാക്കുകളെ വിലമതിക്കുകയും യേശുവിനെ മാറ്റുകയും ചെയ്ത ഒത്തിരി പേരുണ്ട്. മഹാത്മാഗാന്ധിയോട് സ്വതന്ത്ര ഭാരതം എങ്ങനെയാണ് ഭരിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ അടിസ്ഥാന ശില എന്തായിരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഒരാൾ ചോദിച്ചപ്പോൾ ന്യൂ ടെസ്റ്റമെന്റിലെ ഗിരിപ്രഭാഷണം എടുത്ത് കാണിച്ചെന്നാണ് പറയുന്നത്. ഇതനുസരിച്ചാണ് പുതിയ ഇന്ത്യ ഭരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. പക്ഷേ യേശുവിൻ്റെ വാക്കുകൾ എടുക്കുകയും യേശുവിനെ കളയുകയും ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് അതൊരു പോസിബിലിറ്റി പോലുമില്ല. ഞാൻ യതിയുടെ വാക്കുകൾ വായിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, യേശുവിൻ്റെ രക്തം എന്ന് പറയുന്നത് രക്തമല്ല എന്നതേ വിഷയം. ഇപ്പൊ രക്തം എന്ന് നമ്മൾ വെറുതെ വർത്തമാനം പറയുന്നതല്ലോ. രക്തം എന്ന് പറഞ്ഞാൽ ദാറ്റ് സേസ് അബൌട്ട് ഹിസ് ഡെത്ത്. ഹി ഡൈഡ്. യേശു മരിച്ചില്ലായിരുന്നെങ്കിൽ, യേശു നമുക്ക് പകരമായിട്ട് മരിച്ചില്ലായിരുന്നെങ്കിൽ യേശുവിന്റെ വാക്കുകൾക്ക് എന്താ പ്രസക്തി? കൂട്ടുകാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം കാണിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞ യേശു ക്രൂശിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ പെട്ടെന്ന് തന്റെ മുഖരൂപം യൂദാസിന് കൊടുത്ത് അവിടെ കയറ്റി കിടത്തിയാൽ ആ യേശുവിന്റെ പിന്നാലെ ആരെങ്കിലും പോയിട്ട് വല്ല അർത്ഥമുണ്ടോ? മരിക്കുമെന്ന് മനസ്സിലാകുമ്പോൾ പേടിച്ചോടുന്ന ഒരു യേശു ആണെങ്കിൽ ആ യേശുവിന്റെ വാക്കുകൾക്ക് എന്താ പ്രസക്തി? അതുകൊണ്ട് യേശുവിന്റെ വാക്കുകൾ അതുല്യമാണ് എന്നുള്ളത് ശരി. പക്ഷേ യേശുവിന്റെ വാക്കുകളുടെ അതുല്യത എന്ന് പറയുന്നത് അവന്റെ വാക്കുകളുടെ മേൽ അവന്റെ രക്തം കൊണ്ട് മുദ്രയിട്ടത് കൊണ്ടാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ഹി ഡൈഡ്. യേശു മരിച്ചതുകൊണ്ടാണ് യേശുവിന്റെ വാക്കുകൾക്ക് പ്രസക്തി ഉള്ളത്. അല്ലെങ്കിൽ യേശുവിന്റെ വാക്കുകൾ ഒരു വഞ്ചകന്റെ വാക്കുകൾ ആയിപ്പോയേനെ, അല്ലെങ്കിൽ ഒരു ഭ്രാന്തന്റെ വാക്കുകൾ ആയിപ്പോയേനെ, ഒരു ലുനാറ്റിക് ആയിപ്പോയേനെ. പക്ഷേ യേശുവിന്റെ വാക്കുകൾ ഒന്നുപോലും നമുക്ക് മാറ്റിക്കളയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അവന്റെ വാക്കുകൾ 100% സത്യമാണെന്ന്, ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കണം നിങ്ങളുടെ വാക്കുകൾ എന്ന് പറഞ്ഞ യേശു അവന്റെ രക്തം കൊണ്ട് അവന്റെ വാക്കുകൾ സത്യമാണെന്ന് തെളിയിക്കുകയാണ്. അതുകൊണ്ട് യേശുവിനെ മനസ്സിലാക്കാതെ യേശുവിന്റെ വാക്കുകൾ മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഒരിക്കലും നിങ്ങൾക്ക് ഗിരിപ്രഭാഷണത്തെ മാറ്റി നിർത്തി പഠിക്കാൻ പറ്റത്തില്ല. ഇതുകൊണ്ടാണ് മത്തായി എന്ത് ചെയ്യുന്നത്? അവന്റെ വരവിനെ, അല്ലെങ്കിൽ അവൻ എന്തിനു വേണ്ടി വന്നുവെന്നും അവൻ എങ്ങനെ വന്നുവെന്നും അവൻ ആരാണെന്നും അവന്റെ ലക്ഷ്യം എന്തായിരുന്നുവെന്നും ദൈവം എന്ത് ദൗത്യമാണ് അവനെ ഫലമേൽപ്പിച്ചതെന്നും അവൻ എങ്ങനെ അത് നിർവഹിക്കുവാനായിട്ട് തീരുമാനിച്ചുവെന്നും പറഞ്ഞതിന് ശേഷം അവന്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് ഇത് എന്ന് തിരിച്ചറിയത്തക്ക രീതിയിൽ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള ഒരു സന്ദേശം എന്ന നിലയിലാണ് ഗിരിപ്രഭാഷണം നൽകിയിരിക്കുന്നത്. അപ്പൊ ഗിരിപ്രഭാഷണം രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് രക്ഷിക്കപ്പെടാനുള്ള ഒരു മാർഗമല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതായത് ദൈവരാജ്യത്തിലേക്ക് കടക്കാനുള്ള ഒരു എലിജിബിലിറ്റി അല്ല ഗിരിപ്രഭാഷണം. പ്രത്യുത ദൈവരാജ്യത്തിൽ കടന്നവന്റെ ജീവിത രീതിയാണ്. ദൈവരാജ്യത്തിൽ കടക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദിമോസിനോട് പറഞ്ഞിട്ടുണ്ട്, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. വീണ്ടും ജനനമാണ് ഒരാളെ ദൈവരാജ്യത്തിന്റെ അംഗമാക്കുന്നത്. അൺലെസ് യു ആർ ബോൺ ഫ്രം എബവ്, ഉയരത്തിൽ നിന്ന് പുതുതായി ജനിക്കുന്നു ഇല്ല എങ്കിൽ എന്നാണ് നമ്മൾ വായിക്കുന്നത് മലയാളം വേദപുസ്തകത്തിൽ. ബോൺ എ ന്യൂ, വീണ്ടും ജനിക്കുക, പുതുതായി ജനിക്കുക എന്നുള്ളതാണ് നമ്മളോട് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ എക്സാക്ട്ലി ആ വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് അൺലെസ് യു ആർ ബോൺ ഫ്രം എബവ്, ഉയരത്തിൽ നിന്ന് ജനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. ഉയരത്തിൽ നിന്നുള്ള ഒരു ജനനമാണ് ഒരാളെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം നൽകുന്നത്. വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിയും, അഥവാ ഉയരത്തിൽ നിന്ന് ജനിക്കാത്ത, ദൈവത്തിൽ നിന്ന് ജനിക്കാത്ത ഒരാൾക്കും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. എന്റെ അപ്പന്റെ ഭവനത്തിൽ ഞാൻ ആയിരിക്കുന്നത് എന്റെ അപ്പനിൽ നിന്ന് ഞാൻ ജനിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ വീട്ടിലെ വേലക്കാരനെ ആകത്തുള്ളൂ. എന്റെ ഭവനത്തിന്റെ ഭാഗമാകണമെങ്കിൽ, അതുകൊണ്ട് ദാസൻ എന്നേക്കും ഭവനത്തിൽ വസിക്കുന്നില്ല. ദാസൻ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി പോകും. പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. ബിക്കോസ് ഐ എം ബോൺ ഇൻ ടു ദാറ്റ് ഫാമിലി. ഞാൻ ആ കുടുംബത്തിൽ എന്റെ പിതാവിൽ നിന്ന് ജനിച്ചത് എന്നതുപോലെ കാണുമ്പോൾ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. വെൻ യു ആർ ബോൺ ഫ്രം എബവ്, when you are born of the Spirit,
യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ് ആൻഡ് യു ആർ പാർട്ട് ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ പ്രവേശനത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്, അതിനുള്ള എലിജിബിലിറ്റി നമുക്ക് നൽകുന്നത് എന്തുകൊണ്ടാണ്? വെൻ യു ആർ ബോൺ അഗെയിൻ. എന്നാൽ വീണ്ടും ജനിച്ച വ്യക്തി എന്തവസ്ഥയിലാണ്, എങ്ങനെ ജീവിക്കണമെന്നാണ് വേദോസം പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം നമ്മെ പഠിപ്പിക്കുന്നത്. ഡോക്ടർ ലൂയിസ് ജോൺസൺ പറഞ്ഞൊരു വാചകമുണ്ട്. കാരാഗ്രഹ പ്രമാണി പൗലോസിനോട് ശിലാസിനോട് ചോദിച്ചു, സഹോദരന്മാരെ രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഉടനെ പൗലോസ് പറഞ്ഞോ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത് എന്നാണ് പറഞ്ഞത്. അല്ല, രക്ഷിക്കപ്പെടുവാൻ യേശുവിനെ കർത്താവാക്കണം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വം അക്സെപ്റ്റ് ചെയ്യുകയാണ്. യേശുക്രിസ്തുവിനെ എന്താണ്, അവന്റെ ലോർഡ്ഷിപ്പ് അക്സെപ്റ്റ് ചെയ്യാണ്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് നോയിങ് ഹിം ആസ് എ റിഡീമർ, നോയിങ് ഹിം ആസ് ദ ലോർഡ്. അത് നമ്മൾ തെരഞ്ഞെടുക്കുന്നതായ അവന്റെ ലോർഡ്ഷിപ്പ് നമ്മൾ തെരഞ്ഞെടുക്കുകയാണ്. പക്ഷെ അങ്ങനെ തെരഞ്ഞെടുത്ത് ദൈവത്താൽ വീണ്ടും ജനിപ്പിക്കപ്പെട്ടവരായി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവർക്കുള്ള, അവന്റെ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ 12 ശിഷ്യന്മാരല്ല, അവനാൽ ജനിപ്പിക്കപ്പെട്ട, യേശുവിനാൽ, ദൈവത്താൽ, ആത്മാവിനാൽ വീണ്ടും ജനിപ്പിക്കപ്പെട്ട, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച ഒരു വ്യക്തിയുടെ ജീവിത അവസ്ഥയാണ്. രക്ഷിക്കപ്പെട്ടവർ എങ്ങനെയുള്ള അവസ്ഥയിലാണെന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ എന്ത്? ഗിരിപ്രഭാഷണം. ശിഷ്യന്മാരോട് പറയുമ്പോൾ some people call it as an ordination message or ordination address to the 12. 12 പേർക്കുള്ള ഒരു ഓർഡിനേഷൻ അഡ്രസ് ആണെന്ന് ചിലപ്പോൾ പറയാറുണ്ട്. And some people say that this is the Magna Carta of the kingdom. ദൈവരാജ്യത്തിന്റെ മാഗ്ന കാർട്ടാണ്. or the manifesto of the king. രാജാവിന്റെ നയപ്രഖ്യാപനമാണ്. These are all true. But it is not just for the 12. 12 പേർക്ക് മാത്രമായിട്ട് കൊടുത്തതല്ല ഇത് എന്നുള്ളത് നിങ്ങൾ അറിയണം. It's for each and every one who is becoming a disciple of Jesus Christ in all the history. Even after 2000 years of Christendom, ഇത്രയും ക്രിസ്തീയതയുടെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും നമുക്കുള്ള എന്താണ് നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് എന്തു തന്നെയാണ്? ഇറ്റ് ഈസ് എ സെർമൺ ഓൺ ദ മൗണ്ട്. പല സ്ഥലങ്ങളിലായിട്ട്, പല ഭാഗങ്ങൾ, ഇപ്പൊ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പല ഭാഗങ്ങളിലായിട്ടാണ് ഇത് പറയുന്നത്. ഒരുപക്ഷെ ഒറ്റയടിക്ക് കർത്താവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകൾ എന്നുള്ള അർത്ഥത്തിൽ അത് എടുക്കണമെന്നില്ല. മേ ബി ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ക്രൈസ്റ്റ് ഡോക്ട്രിൻസ്. യേശു കർത്താവിന്റെ ഉപദേശങ്ങളുടെ ഒരു കളക്ഷനാണ്. ഇറ്റ് ഷുഡ് ബി എ കളക്ഷൻ. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സ്കാറ്റേർഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങളിലാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നിങ്ങൾ യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, വെളിച്ചമാണ് അല്ലെങ്കിൽ വിളക്കാണെന്ന് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലാണ്. 5-ന്റെ 18 നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ ന്യായപ്രമാണത്തിന്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോകുവാൻ കഴിയുന്നുള്ളതല്ല എന്ന് പറയുന്നത്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അത് കാണുന്നത് 16-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലാണ്. ഞാനിത് ഓടിച്ചു പറഞ്ഞു പോകുകയാണ്. മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇത് ലൂക്കോസിൽ വളരെ പല സ്ഥലങ്ങളിലായിട്ട് സ്കാറ്റേഡ് ആയിട്ട് കിടക്കുകയാണ്. 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയാണ് സ്വന്തം കണ്ണിൽ കോലിരിക്കാൻ മറ്റുള്ളവന്റെ കണ്ണിലെ കരട് എന്നെങ്ങനെയാണ് എടുക്കുന്നതെന്ന് ചോദിക്കുന്നത്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അത് കാണുന്നത് നമ്മൾ 6-ാം അധ്യായത്തിന്റെ 37 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിലാണ്. യാചിപ്പിൻ എന്നാൽ നിങ്ങൾ കിട്ടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുപിൻ തുറക്കപ്പെടും എന്നുള്ള ഭാഗം നമ്മളെ മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിന്റെ 7 മുതൽ 12 വരെയാണ് കാണുന്നത്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ കാണുന്നതിന്റെ 11-ാം അധ്യായത്തിന്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ്. എന്നാൽ ഈ ഗിരിപ്രഭാഷണത്തിലെ ഏറ്റവും സത്ത എന്ന് പറയാവുന്ന ബിയാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ അനുഗ്രഹ വചനങ്ങൾ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അനുഗ്രഹീതർ എന്ന് പറയുന്ന ആ അനുഗ്രഹ വചനങ്ങൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 2 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് ലൂക്കോസിലും ഏതാണ്ട് ഒരുപോലെ അതിന്റെ ഒരു പാരലൽ ആയിട്ട് നമ്മൾ കാണുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഇത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് കാണിക്കാൻ മത്തായി ഉപയോഗിക്കുന്നതായ ഒരു അത് തുടങ്ങുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഹി സാറ്റ് ഡൗൺ, അവൻ ഇരുന്ന് അവരോട് ഉപദേശിച്ച് തുടങ്ങിയത് എന്തെന്നാൽ, ശരിക്കും അതിന്റെ ട്രാൻസ്ലേഷൻ അവരോട് ഉപദേശിച്ച് കൊണ്ടിരുന്നത്, ദിസ് ഈസ് വാട്ട് ഹി യൂസ് ടു ടീച്ച് ദം എന്ന് വേണമെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള
ഒരു ഫ്രേസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ വൺ ടൈം ടീച്ചിങ്. ദിസ് ഈസ് വാട്ട് ഹി യൂസ് ടു ടീച്ച് ദം. ഒരു ദിവസം അവരോട് പറഞ്ഞത് തന്നെയല്ല, ഇതാണ് അവരോട് പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം. എപ്പോഴും യേശു അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതോ ഇതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ്. ഇപ്പൊ ഞാനിപ്പോ പല മെസ്സേജസ് ഒരു പക്ഷേ ഒരു 10-20 സീഡിക്കകത്തായിരിക്കും നിങ്ങൾക്ക് എന്റെ മെസ്സേജസ് അതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ ഏത് മെസ്സേജ് എടുത്താലും ഇറ്റ് ഈസ് ഇന്റർലിങ്ക്ഡ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സന്ദേശം ഒന്നാണല്ലോ. ആ സന്ദേശം ഓരോരുത്തർക്കും മനസ്സിലാകത്തക്ക നിലയിൽ, ഓരോരുത്തർക്ക് വ്യക്തമാകത്തക്ക നിലയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. യേശു കർത്താവ് വാസ്തവത്തിൽ അത് തന്നെയാണ് ചെയ്യുന്നത്. യേശു കർത്താവ് എന്ത് ചെയ്യുകയാണ്? ഒരു ഭാഗം ഒരു ആളോട് പറയുമ്പോൾ അവരുടെ പശ്ചാത്തലത്തിൽ ആ കാര്യത്തെ വിശദമാക്കുന്നു. ഇതേ ആശയം തന്നെ വേറൊരാളോട് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ വേറൊരു കാര്യം പറയുമ്പോഴത്തേക്ക് ബേസിക്കലി മെസ്സേജിന് എന്തുണ്ടാകുന്നില്ല? വ്യത്യാസം ഉണ്ടാകുന്നില്ല. വിശദീകരണങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന മെസ്സേജും ചിലപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് വാക്കുകളിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസസ് നിങ്ങൾ കണ്ടെന്നിരിക്കും. പക്ഷെ ആ വാക്കുകളുടെ ഡിഫറൻസ് അല്ല പ്രാധാന്യം അർഹിക്കുന്നത്. എന്താണ്? ആ മെസ്സേജ് ആണ്. വാട്ട് ഈസ് ദ മെസ്സേജ് ബിഹൈൻഡ് ഇറ്റ്? ആ മെസ്സേജ് ഒരിക്കലും മാറത്തില്ല. ഇപ്പൊ എന്റെ ഏത് മെസ്സേജ് നിങ്ങൾ കേട്ടാലും 20 സീഡിക്കകത്തുള്ള ഏത് മെസ്സേജ് കേട്ട് കഴിഞ്ഞാലും മെസ്സേജിന് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. മേ ബി അതിന്റെ എക്സ്പ്ലനേഷനിലോ മറ്റുള്ള കാര്യങ്ങളിലോ മാറ്റം ഉണ്ടാകുമായിരിക്കാം. ഇതേപോലെ തന്നെ ഗിരിപ്രഭാഷണം മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് മർക്കോസിന്റെ സുവിശേഷത്തിൽ, അല്ലെങ്കിൽ അതിന്റെ ചില ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന ഡിഫറൻസസ് ഒരിക്കലും വേദപുസ്തകത്തിന്റെ ആധികാരികതയ്ക്ക് കോട്ടം വരുത്തുന്നതാണെന്നൊന്നും ആരും ചിന്തിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ അല്ല. ചിലപ്പോൾ ആളുകളൊക്കെ ചോദിക്കും, എനിക്ക് ഈവൻ ഐ ഗോട്ട് സം ഇമെയിൽസ് ലൈക്ക് 101 കോൺട്രഡിക്ഷൻസ് ഇൻ ദ ബൈബിൾ. വേദപുസ്തകത്തിലെ 101 വൈരുദ്ധ്യങ്ങൾ. വേദപുസ്തകം സത്യമല്ല എന്ന് പറയാനായിട്ട് ആളുകൾ അടിച്ചിരിക്കുന്നതാണ്. ഇന്ന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇന്ന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല, ഇന്ന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്ന ഭാഗം വ്യത്യസ്തമാണ്, വാക്കുകളിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 101 കോൺട്രഡിക്ഷൻസ് ഇൻ ദ ബൈബിൾ. അതുകൊണ്ട് വേദപുസ്തകം ശരിയല്ല. ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് വേദപുസ്തകം ശരി. അതന്നെ കാരണമുണ്ട്. ബേസിക്കലി ഐ എം എ ജേർണലിസ്റ്റ്. എന്റെ കയ്യിലെങ്ങാണ് ഈ പുസ്തകം ഒരാൾ എഡിറ്റ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ ഞാനെന്ത് ചെയ്തേനെ? ഈ കോൺട്രഡിക്ഷൻസ് എല്ലാം മാറ്റി പെർഫെക്റ്റ് ആയിട്ടുള്ള, എന്റെ നോട്ടത്തിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ടാക്കിയേനെ. ഇല്ലേ? അതല്ലേ എല്ലാവരും ആരാണെങ്കിലും ചെയ്യാൻ. ഒരു എഡിറ്ററുടെ കയ്യിൽ ഇത് കയറി കിടന്നായിരുന്നെങ്കിൽ ഇതെന്ത് ചെയ്തേനെ? ഒരു കോൺട്രഡിക്ഷനും ഉണ്ടാക്കാതെ ചെയ്യാനുള്ള ബുദ്ധിയൊക്കെ ആൾക്കാർക്കുണ്ട്. ഇല്ലേ? പക്ഷേ വേദപുസ്തകം ദൈവവചനമായതുകൊണ്ട് അതിന്റെ കോൺട്രഡിക്ഷൻസ് എന്ന് നമുക്ക് തോന്നുന്നതായ വാക്കുകളിലെ ഡിഫറൻസോ മറ്റുള്ളതോ അല്ലെങ്കിൽ സംഭവങ്ങളിലെ വിവരണങ്ങളിലെ വ്യത്യാസങ്ങളോ മാറ്റാനായിട്ട് ആരും പരിശ്രമിച്ചിട്ടില്ലെന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. വേദപുസ്തകം തിരുത്തപ്പെട്ടതാണെന്ന് ആളുകൾ പറയുന്ന, അതിനുവേണ്ടി ആളുകൾ പറയുന്ന കാരണം തന്നെ വേദപുസ്തകം തിരുത്തപ്പെട്ടതല്ല എന്നുള്ളതിന്റെ തെളിവാണ്. വേദപുസ്തകം തിരുത്താൻ ആരുടെയെങ്കിലും കൊടുത്തായിരുന്നെങ്കിൽ എന്തോരം ഈസി ആയിട്ട് നമുക്ക് മായ്ച്ചു കളയാമായിരുന്ന, മാറ്റിക്കളയാമായിരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പക്ഷേ വേദപുസ്തകത്തെ കൈവെക്കാൻ ഈ പറയുന്ന ഒരാളും തയ്യാറായില്ല. അതുകൊണ്ടാണ് ഈ വിവരണങ്ങളിലെ വ്യത്യാസങ്ങൾ മാറ്റാതെ തന്നെ നമ്മുടെ കയ്യിൽ ഈ വേദപുസ്തകം ലഭിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ലൂക്കോസിലും യോഹന്നാനിലും ഡിഫറൻസസ് ഉണ്ട്. ഇത് തന്നെ ഞാൻ പൊതുവെ വേദപുസ്തകത്തിന്റെ മൊത്തമായ കാര്യം പറഞ്ഞാണ്. ഡിഫറൻസസ് ഉണ്ട്. പക്ഷെ ആ ഡിഫറൻസസ് മാറ്റാനായിട്ട് ഒരു എഡിറ്റർ പരിശ്രമിച്ചിട്ടില്ല. കാരണം എന്താണ്? കർത്താവ് ഒരു ദിവസമല്ലല്ലോ പ്രസംഗിച്ചത്. 3.5 വർഷം അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ 3.5 വർഷത്തെ പ്രസംഗം കൂടെ എഴുതി വെച്ച് കഴിഞ്ഞായിരുന്നെങ്കിൽ ഐ എം ക്വൈറ്റ് ഷുവർ എന്താണ്, വേദപുസ്തകത്തിന് ഇത്രയും പേജസ് ഒന്നും പോരാ. അവൻ ഒരിടത്ത് പ്രസംഗിച്ച കാര്യം അത് മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് എന്താണ്, when he is repeating it, what happens? വിവരണങ്ങളിലെ വ്യത്യാസം ഉണ്ടായിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത്രേ ഉള്ളൂ. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലുള്ള ആ വാക്യങ്ങളുടെ പാരലലായിട്ടുള്ള കാര്യങ്ങൾ ഒരിടത്ത് അടുക്കി മത്തായി പറഞ്ഞിരിക്കുന്നു. ലൂക്കോസ് അതെന്ത് ചെയ്യുന്നത്? സ്കാറ്റർ ചെയ്ത പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ ഞാൻ പറഞ്ഞ ട്രാൻസ്ലേഷന്റെ ഡിഫറൻസ്. അവൻ അവരെ ഉപദേശിച്ചതെന്തെന്നാൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് 5-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ അവിടെ കാണുന്ന കാര്യം, അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ എന്ന് പറയുന്നത് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതാണ്. ദിസ് ഈസ് വാട്ട് ഹി യൂസ്ഡ് ടു ടീച്ച് ദം. ഇങ്ങനെയായിരുന്നു അവൻ അവരോട് ഉപദേശിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹി സാറ്റ് ഡൗൺ. വാസ്തവത്തിൽ റബ്ബിമാരൊക്കെ പല രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുമ്പോഴത്തേക്ക് പല രീതിയിൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്.
റബിമാര് നടന്നുകൊണ്ട് പഠിപ്പിച്ചതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു കർത്താവ് തന്നെ നടക്കുന്നതിന്റെ കൂട്ടത്തിൽ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇരുന്ന് പറയുന്നതായ കാര്യങ്ങൾ കൂടുതൽ പ്രാധാന്യമുള്ളതായ കാര്യങ്ങളാണ്. ഹി സാറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗിരിപ്രഭാഷണം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്രിസ്തീയമായ മെസ്സേജസിൽ പെട്ടെന്ന് നമുക്ക് ഓർപ്പിക്കാൻ പറ്റുന്നതായ പല കാര്യങ്ങളുണ്ടായിരിക്കാം. ദെയർ ആർ സംതിങ് വെരി സീരിയസ്